അറിയാതെ പൊടുന്നനെ വായിൽ നിന്ന് വീണുപോയ ഉത്തരമാണ്. അതിനു വേണ്ട സേവനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇൻകം ടാക്സിൻ്റെ നിർദോഷമായിട്ടൊരു ചോദ്യത്തിന് നിർദോഷമായിട്ട് കൊടുത്ത ഒരു മറുപടി, അതിൻ്റെ തുമ്പിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം. രണ്ടാമതൊരാളില്ല CPM-ൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്. ഇപ്പോഴും പിണറായിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന വെറും കമ്മികളായി പോയി അവര്. ആരാടാ ഈ ഇടി, ആരാടാ ഈ ഇടി, ഇറങ്ങി വാടാ തെമ്മാടികളെ എന്ന് ഈ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മിരട്ടാമെന്നാണ് അവരുടെ വിചാരം. ഒരു തരത്തിലുള്ള ഭീഷണിയും BJPക്ക് ഇന്നോ നാളെയോ അതിനടുത്ത നാളിലോ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. തകർന്നു കഴിഞ്ഞു CPM സ്വയം. അവർക്കാകെ ഉണ്ടായിരുന്ന ഭീഷണി എന്ന് പറയുന്നത് നക്സലൈറ്റുകളിൽ നിന്നാണ്. നക്സലിസത്തെ 2026 തീർക്കുമെന്ന് പറഞ്ഞ് 2026 മെയ് മാസത്തോടുകൂടി അതിൻ്റെ അവസാനത്തെ ആണി അതിൻ്റെ ശവപ്പെട്ടിയിൽ അമിത്ഷാ അടിച്ചും കഴിഞ്ഞു. കാഷ്വൽ ടോക്കിൽ നമ്മളിന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ ടി ജയിലിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ജനങ്ങളെല്ലാം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന സാഹചര്യമായി പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങി. ഇത്രയും വർഷവും ചോദ്യം ചെയ്യലുമൊന്നും ഈ രീതിയിലായിരുന്നില്ല. ഇപ്പോൾ മൊത്തത്തിൽ സാഹചര്യം മാറിയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം നമ്മളോട് വിശദീകരണം, അതായത് എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായ വിശകലനത്തിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാജേന്ദ്രൻ പന്തളമാണ്. നമസ്കാരം. ശരിക്കും ആളുകളുടെ സംശയമാണിത്. എങ്ങനെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ? അതായത് ഇത്രയും നാളും ഈ കേസിന് ഇത്രത്തോളം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അങ്ങനെയല്ല, വളരെ വേഗത്തിലാണ്. പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം വളരെ വേഗത്തിൽ കാര്യങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ വീണയുടെ ശരിക്കുള്ള സാഹചര്യം എന്താണ്? ഇപ്പോൾ നമ്മൾ ധൃതി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ED എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു വിങ്ങാണ്. അത് അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റേതായിട്ടൊരു സമയമെടുക്കും. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് മാത്രമേ അന്വേഷണം മുന്നോട്ട് പോകൂ. പക്ഷേ ഈ അന്വേഷണം പൂർണ്ണമായിട്ടും നടന്നതുകൊണ്ട് പ്രതി ശിക്ഷിക്കപ്പെടണമെന്നില്ല. കാരണം ശക്തമായിട്ടുള്ള വക്കാലത്ത് മറുഭാഗത്തുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ പല കേസുകളിലും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. കാരണം 1000 അപരാധികൾ ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ഉള്ളതാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ തത്വം. അതേ തത്വം തന്നെയാണ് ഭാരതീയ ന്യായശാസ്ത്ര ആയിട്ട് പുതുക്കിയ ആ ശിക്ഷാ നിയമത്തിൻ്റെയും ക്രമം. അപ്പോൾ അത് ഉടനെയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് ക്രമപ്രവൃത്തമായിട്ട് ഇത് പ്രോഗ്രസ് ചെയ്യുന്ന കാണുന്ന ഏതൊരു നിയമം അറിയാവുന്ന ആൾക്കും ബോധ്യമാവുന്ന കാര്യം, ഇത് തീർച്ചയായിട്ടും ജനങ്ങളിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നതും ഒരു വിഭാഗം വെറുക്കുന്നതുമായിട്ടുള്ള വീണയുടെ അറസ്റ്റിലേക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയൊന്നും പാടുപെടേണ്ട കാര്യമില്ല. വളരെ യാദൃശ്ചികമായിട്ട് നോക്കൂ അതിൻ്റെ ഒരു ട്രജക്ടറി. വളരെ യാദൃച്ഛികമായിട്ട് കണ്ട ഒരു കാര്യം, ടാക്സ് ഇവേഷൻ നടന്നു എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് എന്തുകൊണ്ട് ടാക്സ് കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അറിയാതെ പൊടുന്നനെ വായിൽ നിന്ന് വീണുപോയ ഉത്തരമാണ്, അതിനു വേണ്ട സേവനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത്. ഇൻകം ടാക്സിൻ്റെ നിർദോഷമായിട്ടൊരു ചോദ്യത്തിന് നിർദോഷമായിട്ട് കൊടുത്ത ഒരു മറുപടി, അതിൻ്റെ തുമ്പിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം, അല്ലേ? അതല്ലെങ്കിൽ നമ്മളിതൊന്നും അറിയില്ലായിരുന്നു. ചാക്കോ വധക്കേസല്ല, സുകുമാരക്കുറുപ്പ് നടത്തിയ അറുംകൊല, ചുട്ടുകൊന്ന ആ കൊലപാതകം ഏതാണ്ട് 42 വർഷങ്ങൾക്ക് മുമ്പ്, അതിൻ്റെ ഒരു തുമ്പ് കിട്ടിയത് പൊന്നപ്പൻ എന്ന് പറയുന്ന ഡ്രൈവറുടെ ശരീരത്തെ ഒരു പൊള്ളലിൽ നിന്നാണ്. പി കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ്റെ സൂക്ഷ്മ നിരീക്ഷണം കൊണ്ട് കണ്ടെത്തിയ ഒരു എവിഡൻസാണ്. അദ്ദേഹത്തിൻ്റെ സംശയത്തിൽ നിന്ന ഒരു എവിഡൻസാണ് സുകുമാരക്കുറുപ്പിൻ്റെ കാര്യത്തിൽ നടന്നത്. അദ്ദേഹത്തെ അല്ല, അദ്ദേഹം ചെയ്തത് ഒരു കൊലപാതകമാണ്. അവിടെ നടന്നത് സ്വാഭാവികമായ അപകടമോ അല്ലെങ്കിൽ അപമൃത്യുവോ ആയിരുന്നില്ല എന്നും പറയുന്നത് പോലെ ഈ ടാക്സ് എവേഷന് ED സ്വാഭാവികമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. വാസ്തവത്തിൽ പിന്നീട് വലിയൊരു ഫ്രോഡാണെന്നുള്ളത് മനസ്സിലായതും SFIOയുടെ അന്വേഷണത്തിലേക്കും തുടർന്ന് EDയുടെ ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിലേക്ക് നയിക്കുന്നത്. ഒരുപാട് എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് നടന്ന ഈ അന്വേഷണം കേവലം ചോദ്യം ചെയ്യലിൽ നിന്ന് പോയിട്ട് കമ്പനിയുടെ ഡിജിറ്റൽ റെക്കോർഡുകളിലേക്ക് പോയി. തുടർന്ന് സംശയം മൂർച്ഛിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് വീണയുടെ ലോക്കറുകളിലേക്കും
ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പോയി. അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സ്ഥിതിയായി. ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടമാണ്, വലിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുക. ഈ കേസ് ഇപ്പോൾ മണ്ണിലേക്ക് പെയ്തിറങ്ങുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരിയാട്, എടക്കടവ് എന്നീ സ്ഥലങ്ങളിൽ വീണ വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ ഓൺ ചെയ്യുന്ന ലാൻഡഡ് പ്രോപ്പർട്ടി വസ്തു, ആ വസ്തുവിൻ്റെ ആധാരങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ED പോയിട്ടുള്ളത് വില്ലേജ് ഓഫീസറെയും വിളിച്ചുകൊണ്ടാണ്. കാരണം വില്ലേജ് ഓഫീസിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ രേഖകൾ കൃത്യമായിട്ടുള്ളത്, സർവേ നമ്പർ ഉൾപ്പെടെ. അത് വെച്ചുകൊണ്ട് അവിടെ പോയി സന്ദർശിച്ചു, അത് കണ്ടു. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് കണ്ടുകെട്ടുക എന്നുള്ള പരിപാടിയാണ്. കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റാച്ച് ചെയ്യുകയാണ്. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത് പോലെ ഈ ലാൻഡഡ് പ്രോപ്പർട്ടി എടുക്കുന്ന നിയമപരമായിട്ടുള്ള നടപടിയാണ്. ശിക്ഷാ നടപടി തന്നെയാണ് വാസ്തവത്തിൽ അത്. ആ നടപടിയുടെ പേരാണ് അറ്റാച്ച്മെൻറ്റ് അഥവാ കണ്ടുകെട്ടൽ. വസ്തു കണ്ടുകെട്ടി എന്ന് വേലുത്തെളുമ്പി തളവ എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ്? അവർ അഴിമതിക്കാരാണെന്ന് ബോധ്യമായത്. അഴിമതിക്കാരിയാണ് വീണ എന്നുള്ള ബോധ്യം EDക്ക് ഉണ്ടായിരിക്കുന്നു. ബോധ്യം EDക്ക് ഉണ്ടായാൽ പോരാ, അത് കോടതിയെ അറിയിക്കാനുള്ള തെളിവുകൾ വേണം. അതിനുള്ള പരതലായിരിക്കും ഇനി നടക്കാൻ പോവുക എന്നാണ് സാമാന്യമായിട്ട് നിയമജ്ഞാനമുള്ളവർക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ശരിക്കും ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്ന് നേരത്തെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് ഏതെങ്കിലും ഒരു ധാരണയുണ്ടായിരിക്കണം. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു ക്യാബിനറ്റ് പദവിയിൽ തന്നെ തുടരുന്നു. അതൊക്കെ ഒരു പിന്തുണയുടെ ആവശ്യം കൊണ്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. പവർ വേണം. പവർ ഇല്ലെങ്കിൽ ഇദ്ദേഹം പവർലെസ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ക്യാബിനറ്റ് റാങ്കിൻ്റെ ആവശ്യം അദ്ദേഹത്തിനുണ്ട്. വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രി പദത്തിൽ തന്നെ തുടരാൻ അദ്ദേഹം വലിയ പരാക്രമം നടന്നിരുന്നു. മരണവെപ്രാളം തന്നെ കാണിച്ചിരുന്നു. എത്ര ഗൾഫ് രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തി തെരഞ്ഞെടുപ്പ് ചെലവിനായിട്ട് ആവശ്യമുള്ള തുക കണ്ടെത്തിയത്. എത്ര തവണയായിട്ട്, ഏതാണ്ട് ഒരു 30 ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് അത്രയും തവണ തന്നെ അദ്ദേഹം പോയി. പബ്ലിസിറ്റി ബ്ലിറ്റ്സ് ക്രീഗ് PRDയുടെ സഹായത്തോടു കൂടി, അതുപോലെ തന്നെ ഏജൻസിയുടെ സഹായത്തോടു കൂടി. നമുക്ക് ഓർമ്മയുണ്ടാവും, മോഹൻലാലിനെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിക്കുന്നു. ഇതിനപ്പുറം ഒരാളും ഇല്ല എന്നുള്ള LDF അല്ലാതെ മറ്റാര് എന്നുള്ള ആ മുദ്രാവാക്യം കൊണ്ടുവരുന്നു. കമലഹാസനെ കൊണ്ടുവരുന്നു, മോഹൻലാലിനെ കൊണ്ടുവരുന്നു. അങ്ങനെ താരപരിവേഷത്തോടു കൂടിയുള്ള വമ്പിച്ച പ്രചാരണങ്ങൾ നല്ല പോലെ പണം മുടക്കിയൊക്കെ നടത്തിയിട്ടും ജനങ്ങൾ ഉടക്കി നിന്നു. ഒരു പക്ഷേ ഈ CMRL കേസിലെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനത്തെക്കുറിച്ചൊരു ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം പാർട്ടിക്കാർ തന്നെ ഇദ്ദേഹത്തെ തോൽപ്പിച്ചു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശരിയായിട്ടുള്ള നിലപാടല്ല ഈ അഴിമതി നടത്തുക എന്നുള്ള. സ്വന്തം മക്കളായാലും ആ അഴിമതിക്ക് കൂട്ടുനിൽക്കുക അല്ലെങ്കിൽ അഴിമതിക്ക് സ്പോൺസർഷിപ്പ് നൽകുക എന്നുള്ളത്, ആ കാര്യം ശുദ്ധമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല. എൻ്റെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് വെറും പൊള്ളയാണ്. ഈ കൈകൾ അശുദ്ധമാണ് എന്നാണ് നാൾതോറും തിരിഞ്ഞു വരുന്നത്. അധികാരത്തിൻ്റെയും അധികാരപ്രമത്തതയുടെയും എല്ലാം ഒരു ഹുങ്കുകൊണ്ടാണ് അദ്ദേഹം ഈ കേസുകളിലെല്ലാം ഇതുവരെ എല്ലാ അഴിമതി കേസുകളിലും പിടിച്ചു നിന്നത്. ലാവ്ലിൻ കേസിൽ പോലും അച്യുതാനന്ദന് ബോധ്യമുണ്ടായിരുന്ന കാര്യമാണ് ഇയാൾ പ്രതിയാണ് എന്നുള്ളത്. പക്ഷേ അസാധാരണമായിട്ടുള്ള ധനമിടുക്കുകൊണ്ടും സ്വാധീനം കൊണ്ടും നോക്കൂ, KV തോമസിനെയൊക്കെ അവിടെ വെച്ചിരുന്നത് എന്തിനാ? അത് നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. കേന്ദ്രമന്ത്രിസഭ BJP എപ്പോഴും ചീത്ത പറയുമ്പോഴും BJPയിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള സുഹൃത്തുക്കളെ അദ്ദേഹം കാത്ത് സൂക്ഷിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്വാധീനം കൊണ്ടാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹം സൂര്യനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കരിഞ്ഞു പോകുന്നു. ഇപ്പോൾ ഈ സൂര്യൻ ചന്ദ്രനുകളുമായിരിക്കുന്നു. അതിൻ്റെ അടുത്തേക്ക് പോകാൻ ഇപ്പോൾ ഭയക്കേണ്ട കാര്യമില്ല, EDക്കും ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനും ഇതിൽ പങ്കുണ്ട്. സ്വാഭാവികമായിട്ടും വീണയുടെ ഭർത്താവ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമാണ് എന്നെ ഇതിലേറെ ചിരിപ്പിച്ചത്. സംഘപരിവാറിന് മുമ്പിൽ തലകുരിക്കില്ല, വളഞ്ഞിട്ടടിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടാൽ തോന്നുക സർസംഘചാലക് മോഹൻ ഭാഗവതാണ് ഈ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. ഒന്നുമല്ല, ഇത് ED ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്ലാൻ ചെയ്തതോ ആസൂത്രണം ചെയ്തതോ
അല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇതെങ്ങനെയാണ് ഇത് വന്നത്? ഇൻകം ടാക്സ്, നമ്മുടെ എല്ലാ ഇൻകം ടാക്സ് അവർ പരിശോധിക്കാൻ വരും. എത്രയോ പേരുടെ ഇൻകം ടാക്സ് പരിശോധിച്ച് അല്ലെങ്കിൽ നമുക്ക് നോട്ടീസ് അയക്കും, നിങ്ങൾ ഈ പ്രാവശ്യം നിങ്ങളുടെ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല. എല്ലാ ഇൻകം ടാക്സ് പേയികൾക്കും വരുന്ന കാര്യമാണ്. അതിലിത്രയും ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഞങ്ങൾ തരാനുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. കൂടുതൽ എമൗണ്ട് ആകുമ്പോൾ അവർ നേരിട്ട് വരും, അല്ലെങ്കിൽ കത്തയക്കും. ഇതാണ് സംഭവം. എന്നിട്ട് അത് തങ്ങൾക്കെതിരെയുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള, പാർട്ടിയെ തകർക്കാനുള്ള, പിണറായിയെ കൊടുക്കാനുള്ളതാണ്. പിണറായി തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതി. അദ്ദേഹം വീണാ വിജയനെ ഒരു നിഴലാക്കി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രോക്സി ആയിട്ട് നിർത്തിക്കൊണ്ട് CMRL വഴി ഈ അഴിമതി നടത്തുകയായിരുന്നു. പകൽ പോലെ വ്യക്തമാണ്. CMRL അദ്ദേഹത്തിന് പണവും കൊടുത്തിട്ടുണ്ട്. ആ PV എന്ന് പറയുന്നത് അദ്ദേഹം ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. തെളിവ് നമ്പർ 2 അതുകൂടാതെ ഇദ്ദേഹത്തിന് ഇന്ന് വരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വീണ തൈക്കണ്ടിയുടെ സ്ഥാപനത്തിന് എന്തിന് CMRL ഇത്രയധികം പണം മാസപ്പടിയായിട്ടും അല്ലാതെയും കൊടുത്തു എന്നുള്ളത്. അതിന് യാതൊരു വിശദീകരണവും മാത്യു കുഴൽനാടൻ ചോദിച്ചപ്പോഴും, മറ്റുള്ളവർ ചോദിച്ചപ്പോഴും, ജനങ്ങൾ ചോദിച്ചപ്പോഴും, മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് കൊടുക്കാൻ യുക്തിസഹമായ വിശദീകരണം ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. യുക്തിഭംഗം വരുന്ന വിശദീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അച്യുതാനന്ദൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം താക്കീത്, തൻ്റെ സ്ഥാനം പോളിറ്റ് ബ്യൂറോ സ്ഥാനമൊക്കെ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വെച്ച് പറയുമായിരുന്നു. രണ്ടാമതൊരാളില്ല CPM-ൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്, കമ്മ്യൂണിസ്റ്റ് സംസ്കാരം പുലർത്തുന്നവനായിട്ട്. അതുകൊണ്ടാണ് ശ്മശാന മൂകത തന്നെ അവരെല്ലാം കാണിച്ചത്. ഇപ്പോഴും പിണറായിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന വെറും കമ്മികളായിപ്പോയി അവർ. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ആരാടാ ഈ ED, ആരാടാ ഈ ED, ഇറങ്ങി വാടാ തെമ്മാടികളെ എന്ന്. ഈ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മിരട്ടാമെന്നാണ് അവരുടെ വിചാരം. അതുതന്നെയായിരുന്നു തിരുവനന്തപുരത്തെ ബേക്കർ ജംഗ്ഷനിലും അവർ നടത്തിയ ആക്രമണ ഉത്സുകത. അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു പിണറായി വിജയൻ. ശ്രദ്ധിച്ചിരുന്നു അത്. നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കണം തുടർന്നും. അവിടെ ആ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാം അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വ ബോധം പോയിരിക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സകലമാന, ഇപ്പോൾ അദ്ദേഹത്തിന് വേണം ED കേരളത്തിൽ വരണ്ട എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാം. പോലീസിനെയാണ് നിരത്താം, പാർട്ടിക്കാരെയാണ് നിരത്താം. മമതാ ബാനർജിയെ പോലെ കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടൽ നടത്താം. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാത്രമാണ്, വെറും ഒരു നിഴൽ മാത്രമാണ്, ഗോസ്റ്റ് ഓഫ് ദി പാസ്റ്റാണ്. ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ആ അരക്ഷിത ബോധത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള ഗുണ്ടകളെ വെച്ചുകൊണ്ട് അവരെ ആക്രമിച്ചങ്ങ് വിരട്ടിക്കളയാം എന്നുള്ള മൗഢ്യം. അത് തകർത്തു കൊടുത്തിരിക്കുകയാണ് ED. സാക്ഷാൽ കഴിഞ്ഞ പ്രാവശ്യം പോയത് വാടക വീട്ടിലേക്കാണെങ്കിൽ ഇപ്പോൾ തറവാട്ടിലേക്ക് തന്നെ ചെന്ന് അന്വേഷണം നടത്തിയിരിക്കുക. ഈ മുദ്രാവാക്യം വിളിച്ചവരെന്താ സിമെൻറ്റ് കട്ടകളും ഇഷ്ടികകളുമായിട്ട് നിങ്ങൾ ചെയ്ത അതേ കാര്യം ഇത് ആവർത്തിക്കാഞ്ഞത്? ED ഇതാ അവർ ചെയ്ത കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അന്വേഷണം ചെയ്യുക, ചോദ്യം ചെയ്യുക, അടുത്ത ഇനി അറ്റാച്ച് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കുന്തവും ചെയ്യുന്നില്ല. നിയമം അതിൻ്റെ വഴിക്ക് വരും. അതായത് സാർത്ഥവാഹക സംഘം പോയിക്കൊണ്ടിരിക്കും. നായ്ക്കൾ വഴിയിൽ കുരച്ചാലും സാർത്ഥവാഹക സംഘം മുന്നോട്ട് പോകുന്നത് പോലെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നു. പടിപടിയായിട്ട് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ആദ്യം നടക്കാൻ പോകുന്നത് ഞാൻ ഊഹിക്കുന്നത് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടുകെട്ടൽ ഈ പ്രോപ്പർട്ടിയുടെ, അതിനുശേഷം വീണയുടെ അറസ്റ്റ്, അതിനുശേഷം പിണറായി വിജയൻ്റെ ചോദ്യം ചെയ്യൽ. ഇത് നടക്കും. പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. എവിഡൻസ് സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ പിണറായി വിജയൻ്റെ അറസ്റ്റിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകാൻ പറ്റൂ. എന്തെന്ന് വെച്ചാൽ അതിനെതിരെ ഉണ്ടാകുന്ന കോളിളക്കം എന്ന് പറയുന്നത് ദേശീയ വ്യാപകമായിട്ടായിരിക്കും. കഴിഞ്ഞ തവണ തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും ആഗോള മാധ്യമങ്ങൾ മുഴുവൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാധ്യമങ്ങൾ മുഴുവൻ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എഡിറ്റോറിയലുകൾ എഴുതി എന്നുള്ളതാണ്. കേരളത്തിലെ ഭരണം പോലും ഇല്ലാത്ത, കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഒരു പാർട്ടി. അപ്പോൾ ആഗോളതലത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഐക്യം, ഇതെല്ലാം മുന്നിൽ കണ്ടേ നടപടികളിലേക്ക് പോകൂ. പിന്നെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ പറ്റും. BJPക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയല്ല, ഒന്നുമല്ലവർ. ഒരു ദേശീയ പാർട്ടിയുടെ സ്ഥാനം പോലും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഒരു തരത്തിലുള്ള ഭീഷണിയും BJPക്ക് ഇന്നോ നാളെയോ അതിനടുത്ത നാളിലോ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. തകർന്നു കഴിഞ്ഞു CPM സ്വയം.
അതിൻ്റെ ആന്തരികമായ ഭാരം കൊണ്ട് തകർന്നു പോയിരിക്കുന്നു. അവർക്കാകെ ഉണ്ടായിരുന്ന ഭീഷണി എന്ന് പറയുന്നത് നക്സലൈറ്റുകളിൽ നിന്നാണ്. നക്സലിസത്തെ 2026 തീർക്കുമെന്ന് പറഞ്ഞ് 2026 മെയ് മാസത്തോടുകൂടി അതിൻ്റെ അവസാനത്തെ ആണിയും അതിൻ്റെ ശവപ്പെട്ടിയിൽ അമിത്ഷാ അടിച്ചും കഴിഞ്ഞു. കോൺഗ്രസ് പോലും ഒരു ഭീഷണിയല്ലാത്ത BJPക്ക് എങ്ങനെയാണ് തോറ്റുകൊണ്ടിരിക്കുന്ന CPM ഒരു ഭീഷണിയാകും? ഈ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. ശരിക്കും അപ്പോൾ ഇനി വീണാറ്റി ഇനി നേരിടാൻ പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ജയിലിലേക്ക് പോകാനുള്ള സാധ്യതകൾ വരെ മുന്നിൽ കാണുന്നുണ്ട് ഏകദേശം. തീർച്ചയായിട്ടും. അപ്പോഴതിലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറ്റി ഇതൊരു CPMന്റെ പ്രശ്നമായി മാറ്റാനുള്ള ശ്രമം പലപ്പോഴും നടന്നില്ലേ? അതെ, രാഷ്ട്രീയമായിട്ട് നേരിടുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. കാരണം നിയമപരമായിട്ട് നേരിടാൻ പറ്റില്ല. കാരണം എവിഡൻസ് അത്രമാത്രം സ്ട്രോങ് ആണ്. കള്ളം നടന്നിട്ടുണ്ട്. അതാണ് വ്യക്തമായിട്ടൊരു വിശദീകരണം. പാർട്ടി പത്രത്തിൽ കൂടിയോ നിയമസഭയിൽ കൂടിയോ പാർട്ടി നേതാക്കളുടെ വായിൽ കൂടിയോ പാർട്ടിയുടെ തന്നെ ജിഹ്വയിൽ കൂടിയോ ദേശാഭിമാനി ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ദേ ഹാവ് ഡൺ ദ ക്രൈം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. എത്രത്തോളം രാഷ്ട്രീയപരമായി എതിർത്താലും നിയമത്തിൻ്റെ വഴിയെ തന്നെ പോകും. ഏതായാലും മറ്റു വിഷയങ്ങളുമായി ഇനിയും കാഷ്വൽ ടോക്ക് ഉണ്ടാകും. എല്ലാവർക്കും നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.